ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനൈക്ക് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലുണ്ട് വെച്ചാൽ നിങ്ങൾ എന്നെ അവിടെയും ഫോളോ ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവായിട്ട് റീഡിങ്സ് ഇടാറുണ്ട്, പക്ഷേ ആ റീഡിങ്സ് ഇവിടെ ഷെയർ ആവാറില്ല. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അപ്പോൾ എന്നെ അവിടെയും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ അവിടെ DM ചെയ്യാം ഒരു പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ചാനലിൻ്റെ മെമ്പർ ആവുമ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രിവിലേജസ് കിട്ടും. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആദ്യം കാണാൻ പറ്റും. നോൺ മെമ്പേഴ്സിന് കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ മെമ്പർ ആവുക, ചാനലിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എന്ന് വെച്ചാൽ ചില സമയത്ത് തുടങ്ങണത് വീഡിയോ ഒരു മാതിരിയാണ്, ഒരു സ്റ്റോറിയാണ് പിടിക്കണത്. എൻഡ് ആവുമ്പോഴേക്കും ആ സ്റ്റോറി മാറാൻ വഴിയുണ്ട്. ഓക്കെ, ചേഞ്ച് ആവാൻ വഴിയുണ്ട്. അപ്പോൾ എൻഡ് വരെ വീഡിയോനെ കാണുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. അപ്പോൾ ജെമിനൈ, നിങ്ങളുടെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് ക്വീൻ ഓഫ് സോർഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജിയാണ് 9 ഓഫ് സോർഡ്സ്. നിങ്ങൾ രണ്ടാളുടെയും കറൻറ്റ് സിറ്റുവേഷൻ ഇപ്പോഴത്തെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ടാണ് 7 ഓഫ് സോർഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പേജ് ഓഫ് സോർഡ്സ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ ഏസ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 2 ഓഫ് കപ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 5 ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ജസ്റ്റിസ്. ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ. അപ്പോൾ ജെമിനൈ, ക്വീൻ ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. നിങ്ങൾ ഈ മാസം കുറേ ക്ലിയർ ആയിട്ടാണ് നിങ്ങളുടെ എനർജി ഉള്ളത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലൊരു കൺഫ്യൂഷനൊന്നുമില്ല. എല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, എന്താ വേണ്ടേ, എന്താ ഫ്യൂച്ചർ ഉണ്ടാവുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ. നിങ്ങളൊരു പേഴ്സൻ്റെ കൂടെ ഇൻവോൾവ് ആണ് വെച്ചാൽ അവരുടെ കൂടെയും നിങ്ങളുടെ ഡിസിഷൻസും എല്ലാം ക്ലിയർ ആണ്. ഒരു കൺഫ്യൂഷനൊന്നുമില്ല. കുറച്ചൊരു ഡിഫെൻസീവ് എനർജിയിലാണ് നിങ്ങൾ. എന്ന് വെച്ചാൽ ആരെങ്കിലും നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾ കുറേ ഒരു ഇമോഷൻസ് അങ്ങനെ കാണിക്കാത്ത എനർജിയിലാണ്. അപ്പോൾ ചില സമയത്ത് ചിലവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യണം വെച്ചാൽ അവർക്ക് കുറച്ചൊരു പേടിയുണ്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ. പക്ഷേ ഇതൊരു നോ നോൺസെൻസ് പേഴ്സൻ്റെ എനർജിയാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു ഒന്നിലും ഒരു കോംപ്രമൈസ് ചെയ്യണ എനർജിയിലല്ല നിങ്ങൾ. പറഞ്ഞാൽ എല്ലാം ക്ലിയറായിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യും. നിങ്ങൾ ക്ലിയറായിട്ട് കാര്യങ്ങൾ പറയാൻ റെഡിയാണ്. പക്ഷേ നിങ്ങൾക്കൊരു സീരിയസ് കമ്മിറ്റ്മെൻറ്റാണ് വേണ്ടത്. നിങ്ങൾക്ക് ടൈം പാസ് അതല്ല വെച്ചാൽ കാഷ്വൽ റിലേഷൻഷിപ്സിൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി ഡിവോഴ്സ്ഡ് ആണ്. എന്നുവെച്ചാൽ ക്വീൻ ഓഫ് സോർഡ്സ് ഒരു ഡിവോഴ്സ്ഡ് പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ റീസെൻ്റ്ലി ഒരു ഡിവോഴ്സ് ഉണ്ടായിട്ടുണ്ടാവും. അതല്ല വെച്ചാൽ ഒരു സെപ്പറേറ്റഡ് എനർജിയിലായിരിക്കാം. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുടെ ഇടയ്ക്ക് ഒരു സെപ്പറേഷനിലായിരിക്കും നിങ്ങളിപ്പോൾ. 9 ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. ഇത് കുറേ സ്ട്രെസ്സിൻ്റെ എനർജിയാണ്. ഈ പേഴ്സൺ ആക്ച്വലി ഈ സമയത്ത് കുറേ അവരുടെ മനസ്സിൽ സ്ട്രെസ് ഉണ്ട്, ടെൻഷൻ എടുക്കണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. കുറേ ഓവർ തിങ്ക് ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സണും ആവാം. രാത്രി അവർക്ക് ശരിക്കും ഉറക്കമില്ല. ഇപ്പോൾ ഈ സിറ്റുവേഷനെ കുറിച്ച് എന്തോ അവർക്ക് ഒരു വറി ഉണ്ട്, ഒരു ടെൻഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ക്വീൻ ഓഫ് സോർഡ്സ് നിങ്ങളുടെ എനർജിയിൽ? മൂൺ.
മൂൺ ക്യാൻസർ എനർജിയാണ്. നൈറ്റ് ഓഫ് സോഡ്സ് ഇവിടെ മറ്റേ കാർഡ്, സെക്കൻഡ് കാർഡ് ഇവിടെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ ആണ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ കുറേ ഒരു ഫിയർ ഉണ്ട് മനസ്സിൽ, കുറേ ഒരു പേടിയുണ്ട്. ചില കാര്യത്തിൽ നിങ്ങൾക്ക് അറിയില്ല എന്താ ഉണ്ടാവുക ഫ്യൂച്ചറിൽ. പക്ഷേ അതൊക്കെ നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ഓപ്പണായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവില്ല വേറെ ആൾക്കാരുടെ കൂടെ. നിങ്ങളുടെ വിഷമം, നിങ്ങളുടെ ആങ്സൈറ്റി, നിങ്ങൾക്കും ഉണ്ട് ആങ്സൈറ്റി. പക്ഷേ നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, അവരുടെ കൂടെ റിലേഷൻഷിപ്പിലുണ്ടാവുമ്പോൾ നിങ്ങൾ കുറേയും കൂടിയും കോൺഫിഡൻ്റ് ആയിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. നൈറ്റ് ഓഫ് സോഡ്സ് ഒരു ഫാസ്റ്റ് മൂവിങ് എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ മെയ് മാസത്തിൽ എന്തോ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് വരും ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന്. അതല്ലച്ചാൽ നിങ്ങളായിരിക്കും ഈ പേഴ്സണെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവുക. അതുമല്ലച്ചാൽ എന്തോ ഒരു ഇവൻറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്, എന്തോ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നുണ്ട്. ഇത് ഒരു ക്വിക്ക് മൂവിങ് എനർജിയാണ്. അപ്പോൾ ഇത് വേഗം ഉണ്ടാവും. പറഞ്ഞാൽ ഈ മാസത്തിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, അതല്ലച്ച ഒരു ഓഫർ ആവാം. ഓക്കെ, ആരോ നിങ്ങളൊരു ഓഫർ തരണ എനർജിയും ആവാം. അപ്പോൾ ഈ നൈൻ ഓഫ് സോഡ്സ് ഈ പേഴ്സൻ്റെ എനർജിയിൽ എന്താണ്, അവർക്ക് നിങ്ങളെ മെസ്സേജ് ചെയ്യണം എന്നുണ്ട്. അവർക്ക് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട്. നിങ്ങൾ രണ്ടാളും മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ ഒരു കുട്ടിയുടെ എനർജിയും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയോളും ഉണ്ടാവാം. പക്ഷേ അതല്ലച്ചാൽ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫീലിങ്സ് ഉണ്ട് അവർക്ക്. ആൻഡ് അവർക്ക് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു പേടിയുണ്ട്. അത് ഈ സിറ്റുവേഷനിൽ നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് അവർക്ക് അറിയില്ല. ഇവിടെ ഒരു വേറെ പേഴ്സൻ്റെ എനർജിയും ഉണ്ട്. അപ്പോൾ ചില കേസസിൽ ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. ഓക്കെ, കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്കുള്ള കോമൺ സിറ്റുവേഷൻ. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വർക്കിംഗ് എനർജിയാണ്. നിങ്ങൾ രണ്ടാളും ഓഫീസിൽ ഒരുമിച്ചായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. അതല്ലച്ചാൽ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു കരിയർ ഓറിയൻറ്റഡ് എനർജിയാണ്. നിങ്ങൾ കരിയറുടെ പറഞ്ഞാൽ നിങ്ങൾ ഒരു സെയിം ജോബിൽ അല്ലച്ച സെയിം ഓഫീസ് കമ്പനിയിലായിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ ഇവിടെ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ ഇവിടെ ഞാനൊരു ഡിസ്റ്റൻസ് കാണുന്നുണ്ട്, ഒരു സെപ്പറേഷൻ. നിങ്ങൾ രണ്ടാളും ഒരു സ്ഥലത്തല്ല താമസിക്കണേ. മേ ബി ജോലിയുടെ കാരണം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലും ആവാം. അങ്ങനെ എനർജിയും ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു പേഴ്സൺ മാരീഡ് ആയിരിക്കാം. 4 of Wands ഇവിടെ മാരേജിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ മാരേജ് ഞാനിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്. അതാണ് പ്ലാൻ ഉള്ളത്. പക്ഷെ നിങ്ങളുടെ ഫീലിങ്സിൽ 7 of Swords ആണ്. അപ്പോൾ 7 of Swords ഒരു നെഗറ്റീവ് എനർജിയാണ്. ആക്ച്വലി നിങ്ങൾ ഈ പേഴ്സണെ കാണുമ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഒരു പോസിറ്റീവ് എനർജി അല്ല. 7 of Swords എന്താണ് ഇവിടെ? Ace of Pentacles. നിങ്ങൾക്ക് പേടി എന്താ വെച്ചാൽ ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് വേണ്ടത്. നിങ്ങൾക്കൊരു സീരിയസ് കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ് വേണ്ടത്. നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പേ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു വെച്ചാൽ ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ സിറ്റുവേഷനെ വാക്ക് അവേ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആദ്യം അതുതന്നെയാണ് ഇവിടെ ഞാൻ കാണുന്നത്. നിങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കൊരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് വേണ്ടത്. അതില്ല വെച്ചാൽ നിങ്ങൾ ഈ സിറ്റുവേഷനെ ലെറ്റ് ഗോ ചെയ്യാൻ തയ്യാറാണ്. ഈ പേഴ്സൻ്റെ അപ്പോൾ നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഈ പേഴ്സൻ്റെ എനർജിയിലെ പേജ് സോഡ്സ് ആണ്. ഇവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ വേണം എന്നുണ്ട്. അവർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്താ വേണ്ട ഈ സിറ്റുവേഷനിൽ. ഒരു ലോങ് ടേം റിലേഷൻഷിപ്പിന് അവർ റെഡിയാണോ അത് ഇതുവരെ അവരുടെ മനസ്സിൽ തോട്ടില്ല. പക്ഷേ പാസ്റ്റിൻ്റെ ഇഷ്യൂസൊക്കെ അവർക്ക് വിട്ട് ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലയെന്ന് അത് അവർക്ക് നോക്കണം എന്നുണ്ട്. പറഞ്ഞാൽ ആ ക്യൂരിയോസിറ്റി ഉണ്ട്. അത് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായാൽ ഇത് എങ്ങനെയായിരിക്കും, ഫ്യൂച്ചർ എന്താ ആവുക, അതൊക്കെ അവർക്ക് മനസ്സിലാക്കണം എന്നുണ്ട്. ഏസ് ഓഫ് വാൻസ് ഇവിടെ ഇൻറ്റൻഷനിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാണ്. ഈ പേഴ്സണെ
ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ ഉണ്ടാവും, ഒരു ഡിസ്കഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഏസ് ഓഫ് വോൺസ് ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ കൂടെ ആൻഡ് 10 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ ഈ പേഴ്സണോട് ക്ലിയറായി പറയാൻ പോകേണ്ടത് നിങ്ങളുടെ ഫീലിങ്സ് ഇതാണ്, എനിക്കൊരു ഫ്യൂച്ചർ വേണം, ഫാമിലി വേണം, ഇതൊക്കെ നിങ്ങൾ തുറന്ന് സംസാരിക്കാൻ പോകേണ്ട ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഇവിടെ 2 ഓഫ് കപ്സ് ആണ്. അവർക്കും ഒരു മ്യൂച്വൽ റിലേഷൻഷിപ്പാണ് വേണ്ടത്. ഇവിടെ ലവ് ഉണ്ട് ഡെഫിനറ്റ്ലി. അവർ നിങ്ങളൊരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് അവർക്ക് ഈ സിറ്റുവേഷനിൽ ബാലൻസ് വേണം, ഹീൽ ചെയ്യണം. അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാച്ചാൽ അതിനെ ക്ലിയർ ഔട്ട് ചെയ്യണം. ടെമ്പറൻസ്, സാജിറ്റേറിയസ് എനർജി, സൺ, ലിയോ എനർജി. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ 5 ഓഫ് വോൺസ് ആണ്. പക്ഷേ ഇപ്പോൾ 5 ഓഫ് വോൺസ് ഒരു കോമ്പറ്റീഷൻ്റെ എനർജിയാണ്. വേറെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആണ് വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ ഈസിലി ഗിവ് അപ്പ് ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ സക്സസ് തന്നെ വേണം എന്ന് അങ്ങനെ ഒരു മനസ്സിൽ നിങ്ങൾ വെച്ചിട്ടുണ്ട്. അതെനിക്ക് ഈ പേഴ്സൻ്റെ കൂടെ തന്നെയാണ് ഒരു ഫ്യൂച്ചർ വേണ്ടതെന്ന്. 2 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് എനർജിയാണ് നിങ്ങളുടെ മനസ്സിൽ. അത് ഈ പേഴ്സൺ കമ്മിറ്റ് ചെയ്യോ ഇല്ലയെന്ന്. ഹൈ പ്രീസ്റ്റസ്, സ്പൈസീസ് എനർജി. നിങ്ങളുടെ മനസ്സിൽ വറിയുണ്ട്, എങ്സൈറ്റി ഉണ്ട്. പക്ഷേ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്, ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. ജസ്റ്റിസ് ആണ് ഈ പേഴ്സൻ്റെ ആക്ഷൻ. ഈ പേഴ്സൺ അവർക്കും ഈ റിലേഷൻഷിപ്പിൽ ബാലൻസ് വേണമെന്നുണ്ട്. ഇവിടെ ഒരു മാരേജ് ഉണ്ട് വെച്ചാൽ അവർ ചിലപ്പോൾ ഡിവോഴ്സ് ചെയ്യാനും റെഡി ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട്. 9 ഓഫ് കപ്സ് അവർക്ക് നിങ്ങളൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യണം, ഈ റിലേഷൻഷിപ്പ് ശരിയാവണം എന്ന്. അങ്ങനെ ഒരു പ്രെയർ ഉണ്ട് അവരുടെ മനസ്സിൽ. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ വേറെ ഒരു പേഴ്സൺ കാണാണ്ട്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആരാണ് ഇവിടെ? ഇതൊരു തേർഡ് പാർട്ടി ആവാം. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരിഡ് ആവാം. കിങ് ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. എക്വേരിയസ് എനർജി. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. സ്റ്റാർ ഇവിടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് എനർജിയാണ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഒരു മദർലി ഫിഗറാണ്. കിങ് ഓഫ് സോഡ്സ് ഒരു വെരി പ്രാക്ടിക്കൽ പേഴ്സൻ്റെ എനർജിയാണ്. അപ്പോൾ ഇവിടെ വേറെ ആൾക്കാർ ഡെഫിനറ്റ്ലി ഇൻവോൾവ് ആണ്. ഇപ്പോൾ ഇത് നിങ്ങൾ രണ്ടാളുടെയും സൈഡിൽ ആൾക്കാരായിരിക്കാം. അതല്ല വെച്ചാൽ മേ ബി നിങ്ങളുടെ ഇടയ്ക്ക് ഒരു പേഴ്സൺ മാരിഡ് ആവാം. പക്ഷേ ഇവിടെ ഒരു ചോയ്സാണ് ഉണ്ടാക്കേണ്ടത് നിങ്ങൾ രണ്ടാൾക്കും. അത് ഈ സിറ്റുവേഷനിൽ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്തിട്ട് വേണം ഈ റിലേഷൻഷിപ്പിനെ ശരിയാക്കുക. പറഞ്ഞാൽ ഇതൊരു തേർഡ് പാർട്ടി ആയിട്ട് വർക്ക് ചെയ്യില്ല. ഇപ്പോൾ ഇവിടെ ഒരു ചോയ്സ് നിങ്ങൾക്ക് എടുക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ഒരു പേഴ്സണെ വിട്ടിട്ട് ഈ പേഴ്സൻ്റെ കൂടെ പോകാൻ തയ്യാറാണോ, അതല്ല വെച്ചാൽ ഈ പേഴ്സൺ വേറൊരു പേഴ്സണെ വിട്ടിട്ട് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ തയ്യാറാണോ എന്ന്. അതാണ് ഇവിടെ ചോയ്സ് ഉള്ളത്. അപ്പോൾ സ്കോർപ്പിയോ എനർജി ഉണ്ട് ഇവിടെ. ക്യാൻസർ, അക്വേരിയസ്. പാഷൻ, അലൗ യുവർ ഹാർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. അപ്പോൾ ഇവിടെ ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പാഷൻ ഉണ്ട് കുറേ. നിങ്ങൾ രണ്ടാളുടെയും കെമിസ്ട്രി കുറേ സ്ട്രോങ് ആണ്. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ആസ് യു റിവീൽ യുവർ ഇന്നർമോസ്റ്റ് സെൽഫ്സ് ടു ഈച്ച് അതർ, യുവർ ബോണ്ട് ഡീപ്പൻസ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും ഇപ്പോൾ ഒരു ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ ഫേസിലാണ്. നിങ്ങൾ രണ്ടാളും ഈ സിറ്റുവേഷനിൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾ ഇപ്പോൾ തീരുമാനിക്കാൻ പോവാണ് ഈ മാസം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ജെമിനായി ഇവിടെ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്, ലീബ്ര ഉണ്ട്, അക്വേരിയസ് ഉണ്ട്, ഏരീസ് ഉണ്ട്, വെർഗോ ഉണ്ട്. ഓക്കെ, കുറേ സൈൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.